ഈ സത്യം നിനക്ക് സ്വയം അറിവുള്ളതായിരിക്കും. നിനക്കും അറിയാമല്ലോ, ഓരോ കാര്യത്തിനും ഓരോ നിശ്ചിത രൂപമുണ്ട്, സമയമുണ്ട്. ഭഗീരഥന്റെ ആഗ്രഹപൂർത്തിക്കുള്ള സമയവും അടുത്തു. നാരായണ നാരായണ. ഹേ പരംപിതാവേ, ഹേ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവ, എനിക്കും എന്റെ പൂർവികന്മാരെ പോലെ തന്നെ അങ്ങയെ തപസ് ചെയ്ത് എന്റെ പ്രാണൻ ബലിയർപ്പിക്കേണ്ടി വരുമോ? എനിക്കുമെന്ത് അങ്ങയുടെ കൃപയും ആശീർവാദവും ലഭിക്കുകയില്ലേ? ഹേ പരംപിതാവേ, എനിക്കിന്ന് അങ്ങയുടെ ദർശനം ലഭിക്കുകയില്ലേ? അല്ലെങ്കിൽ എന്റെ പൂർവികർ പിതാവും പിതാമഹനെയും പോലെ അങ്ങയെ സ്മരിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് ഞാനും പ്രാണത്യാഗം ചെയ്യും. ദർശനം തരണേ ബ്രഹ്മദേവ, ദർശനം തരൂ ബ്രഹ്മദേവ, ദർശനം തരൂ, ദർശനം തരണേ ബ്രഹ്മദേവ, ദർശനം തരൂ ബ്രഹ്മദേവ, ദർശനം തരൂ, ദർശനം തരണേ ബ്രഹ്മദേവ, ദർശനം തരണേ, ദർശനം തരണേ, ദർശനം തരണേ. അല്ലെങ്കിൽ അങ്ങയുടെ ഈ ഭക്തൻ ജീവൻ വെടിയും ബ്രഹ്മദേവ, ബ്രഹ്മദേവ. അഹോ ഭാഗ്യം, അഹോ ഭാഗ്യം. ഭഗീരഥ, ഞാൻ നിന്റെ തപസ്സിൽ പ്രസന്നനാണ്. ചോദിക്കൂ, വരം ചോദിക്കൂ. അഹോ ഭാഗ്യം ദേവ, അഹോ ഭാഗ്യം. അങ്ങയുടെ ദർശനം ലഭിച്ചതോടെ എന്റെ പ്രാണനിൽ ഒരു നവീന ചേതന ഉണർന്നതായി തോന്നുന്നു മഹാപ്രഭു. ഇപ്പോൾ വിശ്വാസമായി. എന്റെ ഈ ജീവിതം സഫലമായി, സഫലമായി പ്രഭു, സഫലമായി. നിന്റെ തപസ് സഫലമായി ഭഗീരഥ. എങ്കിലും ബ്രഹ്മദേവ, എന്റെ പിതാമഹൻ അംശുമാന്റെയും എന്റെ പിതാവ് രാജാ ദിലീപിന്റെയും തപസ്സങ്ങ് സഫലവും സാർത്ഥകവും എന്തുകൊണ്ടാക്കിയില്ല പ്രഭു? അവരെന്ത് തെറ്റ് ചെയ്തു? എന്ത് അപരാധം ചെയ്തു? എന്തുകൊണ്ടങ്ങേ ദർശിക്കാനായില്ല? അവർക്ക് എന്തുകൊണ്ട് വരദാനം ലഭിച്ചില്ല പ്രഭു? അവരുടെ തപസ്യ വ്യർത്ഥമായത് എന്തേ പ്രഭു? നിന്റെ തോന്നലാണത് ഭഗീരഥ. തപസ്യ ഒരിക്കലും വ്യർത്ഥമാകാറില്ല. ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല, ഭാവിയിൽ അങ്ങനെ സംഭവിക്കുകയുമില്ല. നിന്റെ പിതാവും പിതാമഹനും ചെയ്ത തപസ്യ അത് വ്യർത്ഥമാവുകയില്ല. അപ്പോൾ അവർക്ക് അങ്ങയുടെ ദർശനവും അങ്ങയുടെ വരദാനവും പിന്നെ എന്തുകൊണ്ട് ലഭിച്ചില്ല ഭഗവാൻ? ഭഗീരഥ, ലക്ഷ്യസ്ഥാനം ദൂരെയും യാത്ര നീണ്ടതുമെങ്കിൽ അത് പൂർത്തിയാക്കാനും സമയമെടുക്കും. അതേപോലെ പാപത്തിന്റെ ഭാണ്ഡം ഭാരിച്ചതും വലുതുമെങ്കിൽ അതിനെ അഴിക്കാനും കൂടുതൽ സമയം ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഭഗീരഥ? ഇല്ല ബ്രഹ്മദേവ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പ്രയത്നിക്കണം. ജ്ഞാനലബ്ധി കൊണ്ട് വ്യക്തി സത്യത്തിന് സമീപമെത്തുന്നു. സത്യം ഇതാണ്: പൂർവികരുടെ സത്കർമ്മങ്ങളുടെ പുണ്യവും ദുഷ്കർമ്മത്തിന്റെ പാപവും അവരുടെ സന്താനങ്ങൾക്ക് ലഭിക്കുന്നു. നിന്റെ പിതാമഹനും അവരുടെ പൂർവികരും ചെയ്ത അനേകം ദുഷ്കർമ്മങ്ങൾ, അവയുടെ ദുഷ്പരിണാമം നിന്റെ പിതാവും പിതാമഹനും അനുഭവിക്കേണ്ടി വന്നു. അവരുടെ തപസ്യ സഫലമായില്ല. കാരണം അവർ തപസ്സുകൊണ്ട് നേടിയ പുണ്യം പൂർവികരുടെ ദുഷ്കർമ്മ ഫലം നീക്കി മാറ്റാനേ തികഞ്ഞുള്ളൂ. പക്ഷേ ഭഗീരഥ, നിന്റെ പിതാവ് ദിലീപന്റെയും പിതാമഹൻ അംശുമാന്റെയും സുഹൃതത്തിന്റെയും പുണ്യത്തിന്റെയും ഒരംശം അത് നിനക്കു ലഭിച്ചു. അതുമൂലം അവരുടെ തപസ്സിന്റെ ഫലം ഇപ്പോൾ നിനക്ക് കിട്ടി. ബ്രഹ്മദേവ, എന്താ ഇതും സത്യമാണോ? പിതാവിന്റെയും പൂർവികരുടെയും പുണ്യത്തിന്റെയും പാപത്തിന്റെയും ഫലം സന്താനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നത്? അത് ശരിയാണ് ഭഗീരഥ. ഇത് പ്രകൃതിയുടെ അലംഘനീയ നിയമമാണ്. നിന്റെ വംശത്തിലുണ്ടായ സംഭവങ്ങൾ ഈ നിയമത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്.
ഏതു വ്യക്തി ഈ അലംഘനീയ നിയമം അറിയുന്നുവോ അവൻ ദുഷ്കർമ്മം ചെയ്യുകയില്ല. കാരണം അവൻ മനസ്സിലാക്കുന്നു തന്റെ ദുഷ്കർമ്മം അവന്റെ സന്താനങ്ങളുടെ ജീവനെ ബാധിക്കുമെന്ന്. പക്ഷേ ഈ നിയമം അറിയാത്തവൻ ദുഷ്കർമ്മം ചെയ്ത് തന്റെ സന്താനങ്ങളുടെ ഭാവിയെ സ്വയം കഷ്ടത്തിലും അന്ധകാരത്തിലും തള്ളിയിടുന്നു. നിന്റെ ഈ തപസ്യ ഈ സത്യത്തെ ലോകത്തിന് ഉദാഹരണമായി നൽകട്ടെ. നിന്റെ തപസ്സിന്റെ പുണ്യം യുഗയുഗങ്ങളോളം നിന്റെ സന്തതി പരമ്പരയ്ക്ക് ലഭിക്കും. അപ്പോൾ ബ്രഹ്മദേവ, പ്രകൃതിയുടെ ഈ അലിഖിത നിയമം യുഗയുഗങ്ങളോളം നിലനിൽക്കുമോ? തീർച്ചയായും നിലനിൽക്കും ഭഗീരഥ. പ്രളയം വരെയും പ്രളയത്തിന് ശേഷം അടുത്ത പ്രളയം വരെയും നിലനിൽക്കും. പക്ഷേ ഭഗീരഥ, വരുന്ന കലിയുഗത്തിൽ ജീവന്മാർ ഈ നിയമത്തിൽ വിശ്വാസമില്ലാതെ സ്വയം ദുഷ്കർമ്മങ്ങൾ ചെയ്ത് അവരുടെ സന്താനങ്ങളുടെ ഭാവിയെ ദുരിതപൂരിതമാക്കും. സന്തതി പരമ്പര ആ കഷ്ടങ്ങളുടെ കാരണം അന്വേഷിച്ചു തുടങ്ങും. പക്ഷേ അതിന്റെ മൂലം അറിയുകയില്ല. അതുപോലെ അവർ ഒരിക്കലും മനസ്സിലാക്കുകയുമില്ല. അവരുടെ സന്താനങ്ങളുടെ ദുരിതം തങ്ങളുടെ കർമ്മത്തിന്റെ പരിണിത ഫലമാണ് എന്ന സത്യം. ഏതു വ്യക്തി ഈ അലിഖിത നിയമത്തിന്റെ പ്രാധാന്യം അറിഞ്ഞ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അവന്റെ സന്തതികൾ ചിരം സുഖസമൃദ്ധിയിൽ ആനന്ദിക്കും. അപ്പോൾ ഞാൻ എന്റെ പൂർവികരുടെ ഉദ്ധാരണത്തിനായി എന്തു ചെയ്യണം ഭഗവാൻ? എന്തു ചെയ്യണം? ഗംഗ പൃഥ്വിയിൽ അവതരിക്കുകയാണെങ്കിൽ നിന്റെ പൂർവികർക്ക് തീർച്ചയായും മുക്തി ലഭിക്കും. ഒരു പ്രതിബന്ധമുണ്ട്. എന്ത് പ്രതിബന്ധമാണ് ഇനിയും ബാക്കിയുള്ളത് പരംപിതാവേ? എല്ലാ പ്രതിബന്ധങ്ങൾക്കും ഒരു വിരാമം നൽകണേ ദേവ. നിന്റെ കർമ്മഫലത്തിന് എന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിബന്ധവുമില്ല. ഇത് മറ്റൊരു പ്രതിബന്ധമാണ് ഭഗീരഥ. ഇനിയും എന്ത് പ്രതിബന്ധം? സ്പഷ്ടമാക്കൂ ബ്രഹ്മദേവ. നീ നിന്റെ പൂർവികരെ ഉദ്ധരിക്കാൻ ഉത്സുകനാണ്. കപിലമുനിയുടെ ശാപത്താൽ ഭസ്മമായി തീർന്നവരാണവർ. നീയും നിന്റെ പിതാവും പിന്നെ നിന്റെ പിതാമഹനും എന്നെ തപസ് ചെയ്തു. നിങ്ങൾ 3 പേരും തപസ് ചെയ്ത് എന്നെ പ്രസാദിപ്പിക്കാൻ തയ്യാറായി. പക്ഷേ നിന്റെ പൂർവികരുടെ മുക്തി ഗംഗയുടെ പവിത്ര ജലം കൊണ്ടാകും. അതായത് ഞാനിനി ഗംഗാമാതാവിനെയും ആരാധിക്കണമെന്നാണോ? ഉത്തമം അതായിരിക്കും. ഇതും ഉത്തമമല്ലേ ബ്രഹ്മദേവ? അങ്ങ് ജഗത്തിന്റെ സൃഷ്ടികർത്താവാണ്. ഗംഗാമാതാവ് സ്വർഗലോകത്തിൽ വസിക്കുന്നു. സർവ്വദേവികളും ദേവന്മാരും അങ്ങയിൽ നിന്ന് ഉത്ഭവിച്ച് അങ്ങയിൽ സമാവിഷ്ടരാകുന്നു. അങ്ങയുടെ മുന്നിൽ നമിച്ച ഈ ശിരസ് ഗംഗാമാതാവിന്റെ ആരാധനയിലും നമ്രമാണ്. സ്വീകരിച്ചാലും ഭഗവാൻ, ഞാൻ ഒന്നിലും അന്തരമോ ഭേദമോ കാണുന്നില്ല പരംപിതാവേ. ഭേദമില്ലെങ്കിലും ഒന്ന് മനസ്സിലാക്കണം ഭഗീരഥ. ഗംഗ ശ്രീഹരി വിഷ്ണുവിന്റെ ചരണങ്ങളിൽ രസിക്കുന്നു. അതിനാൽ ശ്രീവിഷ്ണുവിന്റെ സമ്മതവും ആവശ്യമാണ്. അതിനുശേഷം മുഖ്യ പ്രതിബന്ധമാണ് ഗംഗയുടെ പൃഥ്വിയിലേക്കുള്ള പതനം. പൃഥ്വിയിൽ പതിക്കുന്ന ഗംഗയെ ഭഗവാൻ ശിവന് മാത്രമേ തന്റെ ജടയിൽ തടഞ്ഞു നിർത്താനാകൂ. അപ്പോൾ അതിനുവേണ്ടി നിനക്ക് ശിവനെയും പ്രസാദിപ്പിക്കേണ്ടി വരും. തീർച്ചയായും പ്രസാദിപ്പിക്കും ഭഗവാൻ, തീർച്ചയായും പ്രസാദിപ്പിക്കും. ഓം നമഃ ശിവായ.